അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് മാറൂഫ്, എടത്തനാട്ടുകരയിൽ നിന്നാണ് വരുന്നത്. ഇപ്പം നിലവിൽ ഓൺലൈനായും അല്ലാതെയുമൊക്കെ ഒരുപാട് ഷെയർ മാർക്കറ്റുകളുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു ഷെയർ മാർക്കറ്റിലേക്ക് നിക്ഷേപങ്ങൾ ഇടുമ്പോൾ അത് ഹലാലായി മാറാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അമ്മാ ബഅദ്. ഇത് നമ്മളുടെ സാധാരണക്കാരായ ആളുകളുടെ ഒരു കൂട്ടായ്മയല്ല, നേതാക്കന്മാരായ ആളുകളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേതാക്കന്മാരാകുമ്പോൾ എല്ലാ ഹലാലുകളും നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. എപ്പോഴും സൂക്ഷ്മതയുടെ പാത തന്നെ നമ്മൾ സൂക്ഷിക്കണം. അതൊരു മുഖവുരയായി ഞാൻ പറയുന്നു എന്ന് മാത്രം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചാണ്. ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യവസ്ഥാപിതമായി നടക്കുന്ന ഒരു നല്ല സംവിധാനമാണ്. അത് ഒരു കച്ചവട ചന്ത, നമുക്ക് ഒരു ചന്തയെപ്പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ധാരാളം പീടികകളുള്ള ഒരു മാളിനെ പോലെയാണ് ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ആ ഷെയർ മാർക്കറ്റിൽ ഓരോ റൂമുകളിലും ഓരോ കമ്പനികളുടെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ടാവും. ആ പ്രൊഡക്റ്റുകൾ നമുക്കതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആകാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ ഹലാലായ കച്ചവടം നടത്തുന്ന കമ്പനികളെ ഒന്നാമതായി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ ഭാഗവാക്കാകാൻ പറ്റുള്ളൂ. കാരണം ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കള്ള് വിൽക്കുന്ന കമ്പനികളുണ്ടാവും, ചൂതാട്ടത്തിൻ്റെതുണ്ടാവും, ബാങ്കുകളുടെ, ഇങ്ങനെ എല്ലാറ്റിൻ്റെയും ഒരു സാകല്യമാണ് യഥാർത്ഥത്തിൽ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ തരം ഹറാമല്ലാത്ത രീതിയിലുള്ള കച്ചവട സ്ഥാപനങ്ങളുണ്ടാവും. അപ്പോൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഷെയർ എടുക്കുന്ന കമ്പനി അത് ഹലാലായ കമ്പനിയാകണം, ഹലാലായ കച്ചവടം നടക്കുന്ന കമ്പനിയാകണം. പിന്നെ ഷെയർ മാർക്കറ്റിൽ നമ്മൾക്ക് ഷെയർ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് യാതൊരു വിരോധവുമില്ല. ഒരുപക്ഷെ മറ്റ് പല കച്ചവട രീതികളെക്കാൾ കൂടുതൽ വളരെ വ്യവസ്ഥാപിതവും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോന്നും നടക്കുന്ന ഒരു സംവിധാനമാണ് ഷെയർ മാർക്കറ്റ് എന്നുള്ളത്. അപ്പോൾ അതിൽ ഹറാമല്ലാത്ത സംഗതികൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ അതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. വല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സക്കറിയ അലി പറഞ്ഞ മുഖവരയോട് ഒരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ്. ISMൻ്റെ നേതാക്കളാണെങ്കിലും നമ്മിൽ പലരും പള്ളികളിൽ ഖുതുബ നടത്തുന്നവരാണ്, സംഘടനാ നേതാക്കളാണ്. നമ്മൾ ഇത്തരം ഇടപാടുകൾക്ക് മുന്നിൽ നടക്കുമ്പോൾ മൗലവി പറഞ്ഞതുപോലെ 100% സത്യസന്ധമാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള കച്ചവടങ്ങളിൽ മാത്രം ഏർപ്പെടുകയും മറ്റുള്ള ആളുകളെ ചേർക്കുകയും ചെയ്യുക. പലപ്പോഴും ഇപ്പോൾ ആളുകൾ പറയുന്ന ഒരു പരാതി, ഞങ്ങളുടെ ഖത്തീബ് ഇന്ന ഓൺലൈൻ മാർക്കറ്റിൻ്റെ ഏജൻ്റായി പ്രവർത്തിക്കുന്നു, അദ്ദേഹം വന്ന് പറയുന്നു, എന്താണ് അതിൻ്റെ വിധി എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ സംഘടനയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ 100% ദീനിയാണ്, നമ്മൾ വ്യക്തിപരമായി ചെയ്യുന്നത് പോലെയല്ല. നമ്മളെ സംഘടനയുടെ ആളായാണ്, ഖത്തീബായാണ്, മുസ്ലിം സംഘടനയുടെ ഒക്കെ പ്രതിനിധിയാണ് ആളുകൾ കാണുന്നത്. ആ സൂക്ഷ്മത ഉണ്ടാകണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്.